നമസ്കാരം. ന്യൂറോ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ഈ സ്ത്രീകളിൽ നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ സാധാരണ നിലയേക്കാൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? സ്ത്രീകളിൽ മറ്റ് പുരുഷന്മാരെക്കാൾ അപേക്ഷിച്ച് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ നാഡീ സംബന്ധമായ രോഗങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ജീവിത കാലയളവിലുള്ള വിവിധ കാലഘട്ടങ്ങളിലെ ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം ചില അസുഖങ്ങൾ, ഉദാഹരണത്തിന് മൈഗ്രെയിൻ, അപസ്മാരം തുടങ്ങിയവ പീരീഡ്സ് ആവുന്ന ഡേറ്റിനോടനുബന്ധിച്ചും ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്തുമെല്ലാം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അത് ഒരു രീതിയിൽ. മറ്റൊന്ന്, ഈ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്തും പ്രസവാനന്തരവും മാത്രം സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്ന ചിലതരം രോഗങ്ങൾ. അതിൽ പ്രധാനമാണ് രക്തസമ്മർദ്ദം കൂടി ഉണ്ടാകാവുന്ന പ്രീ എക്ലാംസിയ തുടങ്ങിയ അവസ്ഥ, തലച്ചോറിനുള്ളിലുള്ള രക്തക്കുഴലുകളുടെ വികാസവും ചുരുക്കവും മൂലമൊക്കെ ഉണ്ടാകുന്ന റിവേഴ്സിബിൾ സെറിബ്രൽ വാസോ കൺസ്ട്രക്ഷൻ സിൻഡ്രോം, പോസ്റ്റീരിയർ റിവേഴ്സിബിൾ എൻസെഫലോപ്പതി സിൻഡ്രോം, തലച്ചോറിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിച്ചുണ്ടാകുന്ന സെറിബ്രൽ വീനസ് ത്രോംബോസിസ്, ഇവയെല്ലാം ഈ പ്രസവം ഗർഭാവസ്ഥ ആ സമയങ്ങളിൽ മാത്രം, അതുകൊണ്ട് സ്ത്രീകളിൽ മാത്രമായി കാണപ്പെടുന്ന തരം രോഗങ്ങളാണ്. മറ്റൊന്ന്, ഈ തലച്ചോറിനെയും ഞരമ്പുകളെയും ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അതിൽ പ്രധാനം മയസ്തീനിയ ഗ്രാവിസ്, ന്യൂറോമൈലൈറ്റിസ് ഓപ്റ്റിക്ക, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് തുടങ്ങിയ അസുഖങ്ങളും സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. മറ്റൊന്ന്, ആയുർദൈർഘ്യം ശരാശരി സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും ഒരു 2-3 വർഷത്തോളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോൾ കാണാവുന്ന ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് ആൽസൈമേഴ്സ് ഡിമെൻഷ്യ സ്ത്രീകളിൽ കൂടുതലായി കാണാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മറ്റ് പൊതുവേ ശരീരം വീക്കായിരിക്കുന്ന സമയമായിരിക്കാം, മറ്റ് രോഗങ്ങളുണ്ടാകാം. അതുകൊണ്ട് അവർക്ക് സ്ട്രോക്ക് ആയാലും ഇതെല്ലാം വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസബിലിറ്റിയും മരണനിരക്കും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ അപേക്ഷിച്ച് കൂടുതലായി കാണും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ജനറലി നോക്കിയാലുള്ള വ്യത്യാസങ്ങൾ. ഡോക്ടർ, എന്തെല്ലാം ന്യൂറോ പ്രശ്നങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ പല കാലയളവിൽ, അതായത് കൗമാരപ്രായം മുതൽ പല രീതിയിലുള്ള ന്യൂറോളജി പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് വ്യത്യസ്തമായിട്ട് കാണാം. ഇതിലേറ്റവും പ്രധാനം നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പീരീഡിലാണ്. അതിനു മുന്നേ ഇപ്പോൾ കൗമാരപ്രായത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൈഗ്രെയിൻ, അപസ്മാരം, മറ്റൊന്ന് കാർപ്പൽ ടണൽ സിൻഡ്രോം. അത് കൗമാരപ്രായമല്ല, കുറച്ചുകൂടെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളിലാണ് കാണപ്പെടുക. ഈ മൈഗ്രെയിൻ, കാർപ്പൽ ടണൽ സിൻഡ്രോം എല്ലാം തന്നെ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ ഏതാണ്ട് 3-4 ഇരട്ടിയോളം കൂടുതലായി കാണപ്പെടുന്ന അസുഖങ്ങളാണ്. മൈഗ്രെയിൻ സംബന്ധമായിട്ട് തലയുടെ ഒരു വശത്ത് മാത്രമായിട്ട് തുടങ്ങുന്ന തലവേദന, ഒപ്പം ഓക്കാനമോ ഛർദിലോ ഉണ്ടാകാം. ലൈറ്റിൽ നോക്കുമ്പോഴും സൗണ്ട് കേൾക്കുമ്പോഴും അസ്വസ്ഥതയുണ്ടാവുക, ഇതൊരു അരമണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുക തുടങ്ങിയവയാണ് ലക്ഷണം. മറ്റൊന്ന് കാർപ്പൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈപ്പത്തിയിലേക്കുള്ള മീഡിയൻ നെർവ് ഇവിടെ റിസ്റ്റിൻ്റെ ഭാഗത്ത് കാർപ്പൽ ടണലിൽ വെച്ച് ഞെരുങ്ങുന്നത് മൂലമുണ്ടാകുന്ന ഒരസുഖമാണ്. ഇതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് 3 വിരലുകൾ, പ്രധാനമായിട്ടും ഈ 3 വിരലുകളുടെ അറ്റത്ത് തരിപ്പ്, പെരുപ്പ്, പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ കൂടുതലായി തോന്നാം. കൈ ഒന്ന് കുടയുമ്പോൾ ഇത് കുറയുന്നതായിട്ട് അനുഭവപ്പെടാം. ഈ ഞരമ്പിൻ്റെ ഞെരുക്കം കൂടുകയാണെന്നുണ്ടെങ്കിൽ കൈക്ക് ബലക്കുറവ് അനുഭവപ്പെടാം. മറ്റൊന്ന് അപസ്മാരം ഉള്ള രോഗികളിൽ പ്രത്യേകിച്ചും അത് നമുക്ക് ഒരു മാസമുറയോടനുബന്ധിച്ച് ഉള്ള ഒരു 3 ദിവസം മുന്നേയും ശേഷവും കൂടുതലായി വരാം. ഒവുലേഷനോടനുബന്ധിച്ചും ജന്നി വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടാകാം. മൈഗ്രെയിൻ തലവേദനയും മാസമുറയോടനുബന്ധിച്ച് കൂടുതലായിട്ടും ചില രോഗികളിൽ മാസമുറ ദിവസങ്ങളിൽ മാത്രം മൈഗ്രെയിൻ ഉണ്ടാകാം. അപ്പോൾ നമ്മളതിനെ മെൻസ്ട്രൽ മൈഗ്രെയിൻ ആയിട്ട് കണക്കാക്കാം. ഇങ്ങനെ ചില രീതികളിൽ ഈ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് സ്ത്രീകളിലുള്ള നാഡീരോഗങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടാം. പിന്നീടുള്ളത് ഓരോ കാലയളവനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതിന് ശേഷം, പ്രഗ്നൻസിക്ക് ശേഷം, പ്രസവാനന്തരം വ്യത്യാസം ഉണ്ടാകും.
ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ചിട്ടുള്ള രോഗലക്ഷണങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. അതിനുശേഷവും പലപ്പോഴും സ്ത്രീകൾ അത് ഹോർമോണൽ വ്യത്യാസം കൊണ്ട് മാത്രമാണെന്ന് കരുതി അവഗണിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ്സ് കാരണമാണെന്ന് കരുതി അവഗണിക്കാം. പിന്നെ പലപ്പോഴും വീടുകളിൽ മറ്റുള്ളവർക്ക്, മുതിർന്നവർക്കായാലും പുരുഷന്മാർക്കായാലും അസുഖം വരുമ്പോൾ പരിചരിക്കുന്ന കൂടുതലും സ്ത്രീകളാണ്. അതുകൊണ്ട് അവരുടെ രോഗലക്ഷണങ്ങൾ പലപ്പോഴും നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയാനും കൃത്യമായ സമയത്ത് ചികിത്സ തേടാതിരിക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞില്ലേ സ്ത്രീകളിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം, അതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നത്? അതായത് നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഹോർമോണുകളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ കൂടുതലും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളാണുള്ളത്. ഇതിൽ തന്നെ നമ്മുടെ ആർത്തവ വിരാമത്തിന് മുമ്പ് ഈസ്ട്രജൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ഈസ്ട്രജൻ പ്രധാനമായിട്ടും തലച്ചോറിന് ആവശ്യമായിട്ടുള്ളൊരു ന്യൂറോ സ്റ്റീറോയിഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഈ തലച്ചോറിലെ നാഡീകോശങ്ങളുടെ നല്ല ആരോഗ്യത്തിനും അവ നശിച്ചു പോകാതിരിക്കാൻ, അപ്പോറ്റോസിസ് പ്രിവെൻറ്റ് ചെയ്യാനും എല്ലാം, ഇൻഫ്ലമേഷൻ, തലച്ചോറിലെ ഇൻഫ്ലമേഷൻ, ന്യൂറോ ഇൻഫ്ലമേഷൻ കുറയാൻ, ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ്, തലച്ചോറിലെ ഘടന, അതായത് തലച്ചോറിലെ ഡെൻഡ്രൈറ്റ്സ് അത് സ്പ്രൗട്ട് ചെയ്യാനും എല്ലാം ഈ ഈസ്ട്രജൻ ആവശ്യമാണ്. അതുപോലെ തലച്ചോറിലെ ഞരമ്പുകൾ, ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സിനാപ്സിസ് ഫോം ചെയ്യാനെല്ലാം ഈസ്ട്രജൻ ആവശ്യമാണ്. അപ്പോൾ ഈ ആർത്തവ വിരാമത്തിന് ശേഷം ഈ ഈസ്ട്രജൻ്റെ അളവിൽ കുറവ് വരും. അത് തന്നെ പലപ്പോഴും ഈ പ്രായാധിക്യം കൊണ്ടുള്ള പല രോഗങ്ങൾ, പ്രായാധിക്യം കൊണ്ടത്തിൽ നമ്മൾ കൂടുതലായി കാണപ്പെടുന്ന ആൽസൈമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ സ്ത്രീകളിൽ കൂടുതലായി കാണാം. മറ്റൊന്ന് ഈ ഹോർമോണുകളുടെ വ്യത്യാസം വരുന്ന സമയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാസമുറയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ മൈഗ്രെയിൻ കൂടുതലായി കാണപ്പെടാം. ഈസ്ട്രജൻ്റെ അളവ് ആ സമയത്തെ കുറയുകയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഫ്യൂ ഡേയ്സിൽ ശരിക്കും മൈഗ്രെയിൻ കൂടാം. എപ്പിലെപ്സി, അപസ്മാരമുള്ളവരിൽ ആ ദിവസത്തോട്, മാസമുറയാവുന്ന ദിവസത്തിന് 3 ഡേയ്സ് മുന്നേയും 3 ഡേയ്സ് ശേഷവും ഓവുലേഷൻ്റെ സമയത്തും ജന്നി വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുപോലെ ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കാം, ചില ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, ഈസ്ട്രജൻ ഹയർ ആയിട്ടുള്ള അളവിലുള്ള ഗർഭനിരോധന ഗുളികകൾ കഴിക്കുമ്പോഴും ഇത്തരം അസുഖങ്ങൾ കൂടുതലായിട്ട് വരാം. അതുപോലെ അത്തരം മരുന്നുകൾ രക്തം കട്ട പിടിക്കാനുള്ള ഒരു സാധ്യത കൂട്ടും. അങ്ങനെ രക്തം കട്ട പിടിച്ചുണ്ടാവുന്ന പലതരം സ്ട്രോക്കുകളുണ്ട് സ്ത്രീകളിൽ കാണപ്പെടാവുന്നത്. അതായത് സാധാരണ സ്ട്രോക്ക് പോലെ ഹൃദയത്തിൽ നിന്നും തലച്ചോറിലോട്ടുള്ള രക്തക്കൊള്ളുകൾ, ആർട്ടറികളിൽ രക്തം കട്ട പിടിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ആർട്ടീരിയൽ സ്ട്രോക്ക് ഉണ്ടാകാം. തലച്ചോറിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള സിരകളിൽ, വെയിനുകളിൽ രക്തം കട്ട പിടിച്ചുകൊണ്ടുണ്ടാകുന്ന വീനസ് സ്ട്രോക്കുകളും സ്ത്രീകളിൽ ഈ ഒരു സമയത്ത് ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ, ഈസ്ട്രജൻ കൂടിയ അളവിലുള്ള ഹോർമോണൽ പിൽസ് ഉപയോഗിക്കുമ്പോൾ കാണാം. അതുപോലെ തന്നെ ഇൻട്രാക്രീനിയൽ ഹൈപ്പർ ടെൻഷൻ, തലച്ചോറിനുള്ളിലുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്ന, അതായത് മറ്റ് ഇൻഫെക്ഷനോ മറ്റ് കാരണങ്ങളൊന്നും കൂടാതെ ഇഡിയോപ്പതിക് ഇൻട്രാക്രീനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അങ്ങനെ ഒരു തലച്ചോറിലെ പ്രഷർ കൂടാനുള്ള സാധ്യതയും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, ബേബി കൊല്ലം. ബേബി ചോദിച്ചോളൂ. ഡോക്ടർ, എൻ്റെ വലത്തെ കൈക്ക് ഭയങ്കര വേദനയാണ് ഡോക്ടർ. വ്യക്തമാകുന്നില്ല. വലത് കൈക്ക് ഭയങ്കര വേദനയോ? ബേബി ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ഡോക്ടറെ നോക്കി സംസാരിച്ചോളൂ. ഷോൾഡർ തൊട്ട് ഭയങ്കര വേദനയാണ്. അതെ, ഈ ഷോൾഡർ തൊട്ട് താഴെ കൈയിലേക്ക് വേദന വരുന്നു, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഷോൾഡർ തൊട്ട് വലത്തെ കൈക്ക് ഭയങ്കര വേദന, എനിക്കൊന്നും എടുക്കാനോ ഒന്നും വയ്യ. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഷോൾഡറിൽ നിന്ന് കൈയിലേക്കുള്ള വേദന ഉണ്ടാകാം. ഞരമ്പിൻ്റെ തകരാറ് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മസിലുകളുടെയോ ജോയിൻറ്റുകളുടെയോ തകരാറ് കൊണ്ടുണ്ടാകാം. ഞരമ്പിൻ്റെ തകരാറ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിലെ നട്ടെല്ലിൽ നിന്നും കൈയിലേക്കുള്ള ഞരമ്പുകൾ ഞെരുങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാകാം. അത് പലപ്പോഴും പ്രായം ചെല്ലുമ്പോഴും ഒക്കെയുള്ള തേയ്മാനം കാരണം അല്ലെങ്കിൽ ഡിസ്ക് ഡീജനറേഷൻ കാരണമെല്ലാം ഞരമ്പിൻ്റെ ഞെരുക്കം കൊണ്ടുവരാം. മറ്റൊന്ന്, സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഒരു മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളിൽ ഹോർമോൺ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഫൈബ്രോമയാൽജിയ കൂടുതലായിട്ട് കാണാം. ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത് അതിനോടൊത്ത് പല മൂഡ് ചേഞ്ചസും കാണാം. മസിലുകളിലൊക്കെ വേദന, പ്രധാനമായിട്ടും ഈ തോളിന് ചുറ്റും കൈകളിലും ഉള്ള വേദന അതിൻ്റെ ഒരു ലക്ഷണമാണ്.
അത് കൂടാതെ ഈവൻ തോളിൽ അസ്ഥിയുടെ തകരാറാണെന്നെങ്കിൽ കൂടലും അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിൻ്റെ തകരാറ് കൊണ്ടായാൽ പോലും ഇങ്ങനെ കയ്യിലോട്ടുള്ള വേദന വരാം. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് പരിശോധന ചെയ്യണം. പ്രത്യേകിച്ചും കഠിനമായിട്ടുള്ള വേദനയാണ് ഈ കൈവേദന, ഒട്ടും വയ്യ, ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പക്ഷെ അത് കൂടുതലും അത്ര ഭയാനകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണമെന്നില്ല. പക്ഷെ അത് പരിശോധന ചെയ്തതിന് ശേഷമേ അത് ഞരമ്പിൻ്റെ തകരാറാണോ അതോ മസിലിൻ്റെയോ ബോണിൻ്റെയോ ജോയിൻറ്റിൻ്റെയോ തകരാറാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ശരി ഡോക്ടർ. ഗർഭിണികൾ എന്തെല്ലാം ന്യൂറോ പ്രശ്നങ്ങളെ കരുതിയിരിക്കണമെന്ന് ഡോക്ടർ? അതായത് ഈ ഗർഭിണിയാകുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, പല രോഗങ്ങൾക്കും ഈ ഗർഭാവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് അപസ്മാരമുള്ള ഒരു രോഗിയാണെന്ന് വെച്ചോ, അവർക്ക് ഗർഭം ധരിക്കുന്നതിനോ ഗർഭം തുടരുന്നതിനോ കുഞ്ഞിനോ ഒന്നും അതൊരു ഹാനികരമായ കാര്യമല്ല. പക്ഷേ ഗർഭം ധരിക്കുന്നതിന് മുന്നേ തന്നെ, അത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായി ന്യൂറോളജിസ്റ്റിനെ കാണുകയും ഈ ജന്നി നല്ല രീതിയിൽ നിയന്ത്രണ വിധേയമാക്കുകയും വേണം. അതുപോലെ അമ്മയ്ക്കോ കുഞ്ഞിനോ തകരാറില്ലാത്ത തരം മരുന്നുകളിലേക്ക് മാറ്റുകയോ അളവിൽ വ്യത്യാസം വരുത്തുകയോ വേണ്ടിവരും. ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഫോളിക് ആസിഡ് ഗുളിക കഴിക്കേണ്ടതുണ്ട്. കാരണം കുഞ്ഞിൻ്റെ നാഡീവ്യവസ്ഥ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോഴേക്കും ആ ഒരു സ്പൈനൽ കോഡിൻ്റെ എല്ലാം ആദ്യത്തെ ന്യൂറൽ ട്യൂബ് ഫോം ചെയ്തിരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണം. അതുപോലെ കൃത്യമായി തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് തന്നെ മരുന്ന് കഴിക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഉറക്കക്കുറവുണ്ടാവാം. അവസാനത്തെ 3 മാസം ഈ രക്തത്തിൽ നമ്മുടെ ഒരു മൊത്തത്തിലൊരു ഫ്ലൂയിഡ് കൂടുന്ന സമയമാണ്. ആ സമയത്ത് മരുന്നുകളുടെ അളവ് ചിലപ്പോൾ വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. അതാണ് അപസ്മാരത്തെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടത്. മറ്റൊന്ന്, മൈഗ്രെയിൻ പലപ്പോഴും ഒരു 1/3 രോഗികളിൽ മാത്രമേ പ്രഗ്നൻസി അനുബന്ധിച്ച് കൂടാറുള്ളൂ. പലപ്പോഴും അത് കുറഞ്ഞാണ് നിൽക്കാറുള്ളത്. പക്ഷേ മുമ്പില്ലാത്ത തരമുള്ള പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള തലവേദന കുറയുന്നില്ല. ഡോക്ടർ ഇടപെടുകയാണ്. ഓക്കെ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ലതിക, കൊല്ലം. ലതിക, ചോദിച്ചോളൂ. ഹലോ. ഹലോ, നമസ്കാരം. പിന്നെ ഡോക്ടറെ പിന്നെ തലയ്ക്ക് ബാക്കിലായിട്ട് കുറച്ചിട്ടുണ്ട് വേദന, എന്നിട്ട് ചെവി രണ്ടും പിന്നെ പിന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും. അത് നമുക്ക് എന്റെ പെട്ടക്കിന്റെ ബാക്കും പുറമൊക്കെ തിരിപ്പും. കുറച്ച് വ്യക്തമായിട്ട് പറയാമോ, എവിടെയായിട്ടാണ് പെരുപ്പ്? ചെവി രണ്ട് എപ്പോഴും പെരുപ്പ. ചെവിയിലോ? എന്നിട്ട് തന്നെ കഴുത്തിന്റെ ബാക്ക് പുറം. ഓക്കെ. തലേന്റെ ബാക്കിലും ചെറിയ വേദനയുണ്ട്. എന്നിട്ട് ചില ദിവസങ്ങളിൽ ഈ കണ്ണിനും മുഖത്തും ഒക്കെ ഒരു നീര് പോലുണ്ട്. എനിക്കാണെങ്കിൽ ഈ മുഖത്ത് പിന്നെ 2 വർഷമായി ഫേസ് പൾസി വന്നിട്ടുള്ളതാ. ഇതിൽ ബേസിക്കലി കഴുത്തിന് പുറകു വശമുള്ള വേദന, തലയുടെ പിന്നിലേക്ക് പോകുന്ന വേദന, പെടലിയിലും വേദന എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ കഴിയുക, ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മസ്കുലോസ്കെലറ്റൽ പെയിൻ ആയിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ കഴുത്തിന് തേയ്മാനം വരുമ്പോൾ പലപ്പോഴും അസ്ഥിയിൽ നിന്നും നമ്മുടെ തോളുകളിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പോകുന്ന ചെറിയ ഞരമ്പുകൾക്ക് ചെറിയ ഞെരുക്കമുണ്ടാകാം. അത് തലയുടെ പിൻഭാഗത്തോട്ടും വേദന ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന പെയിനിന് ഒരു കാരണമാണ്. പക്ഷെ അത് കൂടാതെ നേരത്തെ പറഞ്ഞ ഫൈബ്രോമയാൽജിയ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുള്ള മസിൽ പെയിൻ എല്ലാം തന്നെ ഈ ഒരു ഭാഗത്തെ വേദനയ്ക്ക് ഒരു കാരണമാണ്. പക്ഷേ ഇതിന് ബെൽസ് പാൽസിയുമായിട്ട് മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറയുന്ന ബെൽസ് പാൽസിയുമായിട്ട് ഇതിന് പ്രത്യേകിച്ചൊരു ബന്ധം പറയാനില്ല. ഇത് നമുക്ക് പരിശോധിച്ചതിന് ശേഷം അത് ഞരമ്പിനുള്ള തകരാറാണോ അതോ മസിലിൻ്റെയോ അല്ലെങ്കിൽ ഫൈബ്രോമയാൽജിയ കാരണമുള്ള പെയിനാണോ എന്നുള്ളത് നമുക്കറിയാം. ഈവൻ മൈഗ്രെയിൻ്റെ തലവേദന പോലും ചിലരിൽ തലയുടെ പിൻഭാഗത്തായിട്ടായിരിക്കും അനുഭവപ്പെടുക. പക്ഷെ അത് കൂടുതലും ഒരു വശത്തോട്ടാണ്, വശത്തേക്കായിരിക്കും പലപ്പോഴും കൂടുതലായിട്ടും അനുഭവപ്പെടുക. പ്രായമേറും തോറും വരുന്ന നാഡീ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ഡോക്ടർ, ഒന്ന് വിശദീകരിക്കുമോ? പ്രായം അധികരിച്ച് വരുന്ന അനുസരിച്ച് ചില രോഗങ്ങൾ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയുർദൈർഘ്യം സ്ത്രീകളിൽ കൂടുതലാണ്. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു വ്യത്യാസം വരിക. മറ്റൊന്ന്, ഈ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള നമുക്കുള്ളൊരു ഈസ്ട്രജൻ കാരണമൊക്കെയുള്ള ഹോർമോണൽ പ്രൊട്ടക്ഷൻ കുറച്ച്
നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ അത് തലച്ചോറിലെ ഞരമ്പുകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റും കൂടെ നഷ്ടമാകുന്നതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് വരിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് പുരുഷന്മാർക്കും ഉണ്ടാകാം, സ്ത്രീകൾക്കും വരാം. പക്ഷേ സ്ത്രീകളിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാം. പ്രത്യേകിച്ചും ഈ പ്രായം ചെല്ലുമ്പോൾ എല്ലാവർക്കും ഏതാണ്ട് യൂണിഫോമായിട്ട് ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. പക്ഷേ ഈ സ്ത്രീകളിൽ സ്ട്രോക്ക് വരുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കുറേയേറെ ക്ഷീണവും ആശയക്കുഴപ്പവും അങ്ങനെയൊക്കെ തോന്നാം. അപ്പോൾ പലപ്പോഴും ഈ രോഗലക്ഷണങ്ങളെ അവഗണിക്കാനും ആശുപത്രിയിലേക്ക് വരാനും പൊതുവേ ഒരു താമസം കാണാറുണ്ട്. മറ്റൊന്ന്, കുറച്ചുകൂടെ പ്രായം ചെന്നിട്ട് ഈ സ്ട്രോക്ക് വരുമ്പോൾ അവർക്ക് മറ്റ് പല മെഡിക്കൽ അസുഖങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രോക്ക് കാരണമുള്ള ഡിസബിലിറ്റി അവർക്ക് കൂടുതലായിരിക്കും. സ്ട്രോക്ക് കാരണം മരണം സംഭവിക്കാനുള്ള സാധ്യതയും സ്ത്രീകളിൽ കൂടുതലാണ്. അപ്പോൾ സ്ട്രോക്ക് കാരണം മരണപ്പെടുന്ന ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പേർ സ്ട്രോക്ക് കാരണം മരണപ്പെടുകയാണ്. ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. അഞ്ചരക്കണ്ടിയിൽ നിന്നും ശ്രീജ, ചോദിച്ചോളൂ. ഹലോ ഹലോ. എൻ്റെ കൈക്ക് രണ്ടും ഇങ്ങനെ വേദനയാണ്. കൈയിന്റെ മൊയ്പ്പിന്റെ താഴോട്ട് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ വിരലെല്ലാം ഇങ്ങനെ മടങ്ങിയ പോലെ. ഇത് കയ്യിലെ തരിപ്പാണോ ഉദ്ദേശിക്കുന്നത്? കയ്യിലെ വിരലുകൾ നിവർത്താനുള്ള ഒരു ബുദ്ധിമുട്ടാണോ? വിരലുകൾ അനക്കുന്നതിനോ ഇങ്ങനെ നിവർത്താൻ ബുദ്ധിമുട്ടോ കൈ സ്റ്റിഫായിട്ടിരിക്കുന്നതായിട്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ? കൈയിന്റെ മൊയ്പ്പിന്റേതായ വേദനയാണ്. മുട്ടിന്റെ താഴെയോ? ആ മൊയ്പ്പില്ല, കഴുത്തിന്റെ താഴെ ഇങ്ങനെ കൈ ഇങ്ങനെ രണ്ടും ഇങ്ങനെ. കഴുത്തിന് താഴേക്കാണോ വേദന ഉദ്ദേശിക്കുന്നത്? ഓക്കെ, കഴുത്തിന് താഴേക്കുള്ള വേദനയാണ് നേരത്തെ വിളിച്ച പ്രേക്ഷകരും ചോദിച്ചിരുന്നത്. അതായത് കൈക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോ പിന്നെ വേദന മടങ്ങിയ പോലെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ സന്ധികളുടെ ജോയിൻറ്റിൻ്റെ തകരാറാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഏർലി മോർണിംഗ് രാവിലെ എണീക്കുമ്പോഴുള്ള ജോയിൻറ്റുകളുടെ ഈ വേദനയും സ്റ്റിഫായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാതരോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലാതെ ഞരമ്പിനുള്ള ഞെരുക്കം കൊണ്ടും വരാം. പക്ഷെ പ്രത്യേകിച്ചും രാവിലെകളിൽ മൊത്തത്തിൽ ഈ അനക്കാൻ പറ്റാത്ത പെയിൻ എന്ന് പറയുമ്പോൾ വാതരോഗങ്ങളുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കണം. ഡോക്ടർ, ഈ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളിൽ വന്നേക്കാവുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്? അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതാണ് രോഗപ്രതിരോധ ശേഷി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ നമുക്ക് ന്യൂറോളജിയിൽ പലതും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തലച്ചോറിനെ ബാധിക്കുന്ന ഒന്നാണ് മൾട്ടിപ്പിൾ സ്ക്ലിയറോസിസ്. വേറെ ഉള്ളത് ന്യൂറോമൈലൈറ്റിസ് ഒപ്റ്റിക്ക, പിന്നെ മയസ്തീനിയ ഗ്രാവിസ്. അപ്പോൾ ഇത്തരം രോഗങ്ങളെല്ലാം, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ്, ഇവയെല്ലാം പൊതുവെ സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ കുറച്ച് കൂടുതലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം പൊതുവേ ആൻറ്റിബോഡീസ് ഉണ്ടാകുന്നതും അതുപോലെ T ലിംഫോസൈറ്റ്സിൻ്റെ എല്ലാം പ്രവർത്തനത്തിൽ സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് മയസ്തീനിയ ഗ്രാവിസ് പലപ്പോഴും സ്ത്രീകളിൽ അത് കൂടുതലായിട്ട് കാണും. ഇതിന് പ്രഗ്നൻസിയുടെ സമയത്തും എല്ലാം നമുക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ആ സമയത്ത് ഇത് കൂടാനും രോഗി വെന്റിലേറ്ററിലേക്ക് ആവശ്യം വേണ്ടി വരുന്ന അവസ്ഥ വരെ മൂർച്ഛിക്കാനുമുള്ള റിസ്ക് ഉള്ള ഒരു രോഗമാണ് മയസ്തീനിയ. അതുപോലെ പ്രസവശേഷം കുഞ്ഞിനും ചെറിയ തളർച്ച, കാരണം അമ്മയിൽ നിന്നുമുള്ള ആൻറ്റിബോഡീസ് കുഞ്ഞിന് കിട്ടിയതിന് ശേഷം കുഞ്ഞിനും പാൽ കുടിക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്, കരയാനുള്ള ബുദ്ധിമുട്ടെല്ലാം ട്രാൻസിയൻ്റായിട്ട് കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന രോഗവും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും എല്ലാം ഇപ്പോൾ സ്ത്രീകളിൽ അത് കൂടുതലായി കാണാം. പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളതും യങ് ആയിട്ടുള്ള ഫീമെയിൽസിൽ ഇത് കാണാം. പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്കിതിലെ പല മരുന്നുകളും ഉപയോഗിക്കാൻ കഴിയാതെ വരാം. പ്രഗ്നൻസിയുടെ സമയത്ത് പലപ്പോഴും ഈ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വളരെ ശാന്തമായിരിക്കാമെങ്കിലും അതിനുശേഷം ഇത് മൂർച്ഛിക്കുന്നതായും വരാം. മറ്റൊന്ന് ഈ ന്യൂറോമൈലൈറ്റിസ് ഓപ്റ്റിക്ക, ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് തുടങ്ങിയ തലച്ചോറിനെ ബാധിക്കുന്ന ചിലതരം രോഗങ്ങൾ. ഇതിലും ഈ ആശയക്കുഴപ്പം, മറവി, ജന്നി, തുടർച്ചയായുള്ള ജന്നി, അല്ലെങ്കിൽ കൈകാലുകളുടെ തളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളാണ് കാണപ്പെടുക. അപ്പോൾ അത്തരം ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോളജിക് ഡിസോർഡേഴ്സും പൊതുവേ സ്ത്രീകളിൽ കുറച്ച് കൂടുതലായിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഗീത ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ ഒരു 100 ഗുളിക കഴിക്കുകയാണ്.
അതിനുശേഷം എനിക്ക് നല്ല അല്ല അതിന് മുമ്പ് കഴുത്തിന്റെ ബുദ്ധിമുട്ട്, കഴുത്ത് ചുറ്റും വേദന. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ കൈ വേദനയുണ്ട്, കഴുത്തിന് ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഓക്കെ, ഈ കഴുത്തിനുള്ള ബുദ്ധിമുട്ട്, കയ്യിലോട്ടുള്ള പെയിൻ എന്ന് പറയുമ്പോൾ ഒന്ന് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടാവുന്നത്, പ്രത്യേകിച്ചും മധ്യവയസ്കരിൽ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം ഫൈബ്രോമയാൽജിയയാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിലും, കാരണം പ്രായം ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും തേയ്മാനം കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും തലച്ചുമടൊക്കെ ആയിട്ടെല്ലാം തലയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് നടക്കുന്നൊരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ, ഈ കഴുത്തിൻ്റെ തേയ്മാനം ഉണ്ടെങ്കിൽ കയ്യിലോട്ടുള്ള ഞരമ്പുകൾക്ക് ഞെരുക്കം വരുമ്പോഴും ഇതുപോലെ തോളിൽ നിന്നും പെടലിയിലോട്ടും കയ്യിലോട്ടും ഒക്കെ വേദനയുണ്ടാകാം. കഴുത്തിൻ്റെ വശങ്ങളിലോട്ട് തല ചലിപ്പിക്കുമ്പോൾ ഈ പെയിൻ കൂടുന്നതായിട്ട് തോന്നാം. ഇതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള പരിശോധന കൂടി ആവശ്യമുള്ള രോഗങ്ങളാണ്. ശരി ഡോക്ടർ, ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലുള്ള രോഗങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ ചികിത്സകളാണ് തേടേണ്ടത്? അതായത് നമുക്ക് ഈ രോഗലക്ഷണം എന്താണെന്നുള്ള അനുസരിച്ചും രോഗം എന്താണെന്നുള്ള അനുസരിച്ചുമാണ് ചികിത്സ ചെയ്യേണ്ടത്, ഒബ്വിയസ്ലി. പിന്നെ ഇത് പ്രത്യേകിച്ചും പ്രഗ്നൻസ് ആണെന്നുണ്ടെങ്കിൽ, പ്രസവ സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഏതൊരു ലക്ഷണവും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണക്കാക്കണം. പ്രത്യേകിച്ചും തലവേദന, പുതിയതായിട്ടുണ്ടാകുന്ന തലവേദന, അല്ലെങ്കിൽ മുൻപില്ലാത്ത തരം ശക്തമായിട്ടുള്ള തലവേദന, അത് രക്തസമ്മർദ്ദം കൂടുന്നത് കൊണ്ടോ പ്രീ എക്ലാംസി എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അതിനോടനുബന്ധിച്ച് കാഴ്ചമങ്ങൽ, കണ്ണിൻ്റെ മുന്നിൽ മിന്നൽ പോലെ അനുഭവപ്പെടുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. BP കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പ്രസവത്തെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം ഗൈനക്കോളജിസ്റ്റ് ഉചിതമായിട്ട് തീരുമാനിക്കും. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് ഒരു വശത്തുള്ള ബലക്കുറവ്, കൈയുടെ തളർച്ച, മുഖം കൂണിപ്പോവുക, സംസാരത്തിൻ്റെ കുഴച്ചിൽ, കാഴ്ചമങ്ങലോ രണ്ടായിട്ട് കാണുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലേതൊരു ലക്ഷണം കണ്ടാലും എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സയ്ക്ക് സജ്ജമായിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അപസ്മാരം ഉള്ള രോഗികളാണെങ്കിൽ പ്രത്യേകിച്ചും ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡോക്ടറെ പോയി കാണേണ്ടതുണ്ട്. ന്യൂറോളജിസ്റ്റിനെ കണ്ട് മരുന്നുകളിൽ വേണ്ട ക്രമീകരണങ്ങൾ വരുത്തണം. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു മരുന്നിലും വ്യത്യാസങ്ങളൊന്നും തന്നെ വരുത്താനും പാടുള്ളതല്ല. അപ്പോൾ രോഗലക്ഷണം എന്താണെന്നുള്ള അനുസരിച്ച് അതിനുള്ള വേണ്ട ചികിത്സ ചെയ്യണം. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആണെന്നുണ്ടെങ്കിലും അതിന് അതിൻ്റേതായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ഉള്ള മരുന്നുകളിൽ ചിലപ്പോൾ. ഡോക്ടർ ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകർ കൂടി ചേരുന്നുണ്ട്. ഓമനക്കുട്ടി, ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, എനിക്ക് പുറത്ത് വേദന, കിടക്കാൻ മേല, എഴുന്നേക്കുമ്പോ എന്റെ പുറം കുഞ്ഞ് എന്തെങ്കിലും കറിക്കൊക്കെ അരിഞ്ഞ് കഴിയുമ്പം പെടലി നൂർക്കാൻ മേല, പെടലിക്ക് വേദന, കൈ ഇടത്തെ ഓരത്തിന്റെ അവിടുന്ന് കൈയുടെ മേലിലോട്ടുള്ള വേദന. ഓക്കെ, അപ്പോൾ ആ പെടലി കുനിഞ്ഞിട്ട് എണീക്കുമ്പോൾ ഉള്ള വേദന എന്ന് പറയുമ്പോൾ അതിന്നും കഴുത്തിൽ നിന്നും കയ്യിൽ വരെ വരുന്ന വേദന, ഇതെല്ലാം തലച്ചോറിൽ നിന്നും സുഷുമ്നാ നാഡിയിൽ നിന്നും കയ്യിലേക്ക് വരുന്ന നർവ്സ് ഞെരുക്കം കൊണ്ടുണ്ടാകുന്നതായിരിക്കാം. പലപ്പോഴും ഡിസ്ക് തള്ളിച്ച കൊണ്ടോ അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടോ ആയിരിക്കാം. ഇത് നമ്മൾ സെർവൈക്കൽ റാഡിക്കുലോപ്പതി എന്നാണ് പറയുക. അതിന് തൽക്കാലം പെരുപ്പ് കുറയാനുള്ള മരുന്നുകൾ, വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ, കഴുത്തിനാവശ്യമായ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ, ഇതാണ് വേണ്ടത്. പക്ഷേ പുതിയതായിട്ടും കഠിനമായിട്ടുമുള്ള ഇത്തരം വേദനയാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് തേയ്മാനം മാത്രമല്ല മറ്റു കാരണങ്ങളും അതിന് കാരണമുണ്ടാകാം. ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിച്ചിരുന്നു. അപ്പൊ അവരിങ്ങനെ നോക്കിയിട്ടും തേയ്മാനം ഒന്നും കാണുന്നില്ല. ഒടുവിൽ മഞ്ഞ പരിശോധിച്ചായിരുന്നു. അപ്പൊ 5% ഈ വട്ടിപ്പമൈലോമയുടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇപ്പോഴും ആ അസുഖം അങ്ങോട്ട് വേദന മാറുന്നില്ല എന്നുള്ളതാ. 4-5 കൊല്ലമായി. മൾട്ടിപ്പിൾ മൈലോമയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ലക്ഷണം കണ്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ രക്തത്തിൽ അതിൻ്റെ ഒരു സാധ്യത വരാവുന്ന രീതിയിൽ, മൾട്ടിപ്പിൾ മൈലോമ ആകണമെന്നില്ല, അതിൻ്റെ ഒരു സാധ്യത പ്രവചിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകളിലായിരിക്കാം വ്യത്യാസം കണ്ടത്. അത് തീർച്ചയായിട്ടും ഒന്നുകൂടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. അതുമായിട്ട് സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ കഴുത്തിലെ നട്ടലിൽ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. അത് വീണ്ടും എക്സ്റേ എടുത്ത് നോക്കുകയോ സ്കാൻ എടുത്ത് നോക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം രോഗങ്ങൾ വരാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഇത്തരം രോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് പ്രായം ചെല്ലുമ്പോൾ
നമുക്ക് ഈ ഈസ്ട്രജൻ്റെ എല്ലാ ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് പോവുകയാണ്. അത് ഒരു കാരണമാണ്. അൽസമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾ പ്രായം ചെല്ലുമ്പോൾ സ്ത്രീകളിൽ കൂടുതൽ കാണുന്നതിന്. മറ്റത് പ്രായം കൂടുതലാകുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പലതും, ഡയബറ്റിസ്, രക്തസമ്മർദ്ദം, അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ്, ഇതെല്ലാം കൂടി വരും. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളും, സ്ട്രോക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും സ്ത്രീകളിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകളിൽ പൊതുവേ ഒരു വ്യായാമം ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം പൊതുവെ അവർക്ക് കുറവായിരിക്കാം. അതും ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത സ്ത്രീകൾക്ക് വർദ്ധിക്കാൻ കാരണമാണ്. മറ്റൊന്ന് ഈ പ്രഗ്നൻസി സമയത്തും അല്ലെങ്കിൽ ആർത്തവവിരാമത്തോടനുബന്ധിച്ചും ഒക്കെയുള്ള ഹോർമോണൽ ചേഞ്ചസ്. അതെല്ലാം തന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ, അത് പ്രത്യേകിച്ച് ഈ അവസാനത്തെ ഒരു 3 months ഈ ഡെലിവറിക്ക് ശേഷമുള്ള ആദ്യത്തെ ഒരു 6 weeks ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്തും രോഗികൾക്ക്, ഈ ലേഡീസിന് പ്രത്യേകിച്ച് വീനസ് സ്ട്രോക്ക് വരാം. ശരി ഡോക്ടർ, ഇത്രയധികം സമയം വിവരം പങ്കുവച്ചതിന്. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശാണ് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ വളരെയധികം നന്ദി. താങ്ക് യു. ഇതോടുകൂടി ഹലോ ഡോക്ടറുടെ പൂർണ്ണമാകുന്നു. നന്ദി.